വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ദുർഗാഷ്ടമിയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ നമ്മുടെ അമ്പലത്തിലെ പൂജ എടുക്കാൻ പോവാണല്ലോ. അപ്പോൾ അത് പിന്നെ സുഗന്ധ ടീച്ചറിൻ്റെ അടുത്ത് ഇന്നലെ പോയിരുന്നു. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ടീച്ചർ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അത് നമുക്ക് കാണാം. പിന്നെ എന്താണ് ഇവിടെ ഇന്ന് വൈകിട്ട് കളവെഴുത്തും പാട്ടും ഉണ്ട്. അപ്പം അതേ ഈ വിശേഷങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകണം, അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരണം. 8 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാരംഭം. പിന്നെ എഴുത്തിന് ഇരുത്താനായിട്ട് 2-3 കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനാണ് എഴുത്തിന് ഇരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇല മുറിക്കാനായിട്ട് പോകണം, പ്രസാദം കൊടുക്കാനായിട്ട്. ഇപ്പോൾ രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. പൂവൊക്കെ തൂക്കി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ എന്താണ് വഴിപാടിന് നേദിക്കാനൊക്കെ ആയിട്ട് ആളുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കൊണ്ടുവച്ചു എന്ന് തോന്നുന്നു. ഞാനിപ്പോഴാണ് പോകുന്നത്. പിന്നെ കുട്ടികളൊക്കെ തൊഴാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8 മണിക്കായിരുന്നു പൂജ എടുക്കുന്ന സമയം. നേദ്യം കഴിഞ്ഞ് പുസ്തകം എടുത്തു. പിന്നെ എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുസ്തകമൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ ബുക്ക് വെച്ചവരൊക്കെ മണലിൽ എഴുതിയതിന് ശേഷം പ്രസാദം കഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പം എല്ലാ വർഷത്തെ പോലെ തന്നെ അങ്ങനെ ഒരു വിദ്യാരംഭം കൂടെ കടന്നു പോയി. അപ്പം അതിനുശേഷം പിന്നെ എന്താണ് അച്ഛൻ്റെ ഒരു ആൽബം കവറ് പോലെ ഞങ്ങൾ ചെയ്തിരുന്നു. അതാണ് ഞങ്ങൾ വിജയദശമിയുടെ അന്ന് വ്ലോഗ് ഇട്ടിരുന്നത്. അതിന് ഇവരെ എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ എല്ലാം ഫുൾ പാടിയതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. പിന്നെ അതിനുശേഷം ഞാനും അമ്മയും കൂടെ സുഗന്ധ ടീച്ചർ പഠിപ്പിച്ച ഒരു ഡാൻസ് കളിച്ചിട്ടിരുന്നു. അതും വിജയദശമിയുടെ വ്ലോഗിൽ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുള്ളതാണ്. അതും ഇതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്താണ് അതിനുശേഷം ഞങ്ങളുടെ മോർണിംഗ് തന്നെ 9 മണിയായപ്പോൾ തന്നെ പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ജയന്തി ടീച്ചറിൻ്റെ പാട്ട് ക്ലാസ്സിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ സുഗന്ധ ടീച്ചറിനെ ഞങ്ങൾ തലേ ദിവസം തന്നെ പോയി കണ്ടിരുന്നു കേട്ടോ. കാരണം അന്ന് നമ്മളുടെ അമ്പലത്തിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്ക് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല വൈകുന്നേരം കളവെഴുത്തും പാട്ടും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തിരക്ക് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയി കണ്ടു. പിന്നെ ടീച്ചർക്ക് ഡോക്ടറേറ്റും കിട്ടി. അപ്പം അതിലും വളരെയധികം സന്തോഷിക്കുന്നു. അപ്പം ടീച്ചർ പിറ്റേ ദിവസം കോൺവക്കേഷന് വേണ്ടിയിട്ട് തഞ്ചാവൂർ പോകുമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ടീച്ചർക്കും തിരക്കായിരുന്നു. ടീച്ചർക്ക് പിറ്റേ ദിവസം കോൺവക്കേഷന് വേണ്ടി തഞ്ചാവൂർ പോകണമായിരുന്നു. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ടീച്ചറിനെ നേരിട്ട് കാണാൻ പറ്റി. ടീച്ചർ ഇതെന്താ ഒരു വെറൈറ്റി സാധനമാണല്ലോ, എന്താ എന്റെ പേര്? ഇവിടെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ കിട്ടി പത്രവട. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്താണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് പിന്നെ ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഞങ്ങളത് എന്തായാലും അത് ടീച്ചർ പറഞ്ഞ പോലെ പരീക്ഷിക്കേണ്ടത്. കാരണം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് പരീക്ഷിച്ചിട്ട് ടീച്ചർ പറയുന്ന വീഡിയോയും കൂടെ അതിൻ്റെ കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഉടനെ വരുന്നതാണ്, നിങ്ങൾ എല്ലാവരും കാണണേ.
പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നേരിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴാണെങ്കിലും ടീച്ചർ ഇങ്ങനെ ഓരോരോ സ്പെഷ്യൽ ഡിഷസ് ഇങ്ങനെ ഞങ്ങൾക്ക് തരുമായിരുന്നു. എല്ലാം ടേസ്റ്റി ഡിഷസ് ആണ് കേട്ടോ. ടീച്ചർ നല്ല കുക്കും കൂടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടീച്ചർ എന്തെങ്കിലും കഴിക്കാനെടുക്കത്തേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ വേണ്ട ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. അവസാനം ടീച്ചർ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചേക്കും പിന്നെ ഫുൾ കാലിയാക്കി ഞങ്ങൾ. പിന്നെ സംഭവം എന്തൊക്കെയാണെങ്കിലും ഫോട്ടോ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു വീട്ടിലേക്ക്. തന്നക്കതീം തക്കിട്ട തന്നക്കതീം തന്നക്കതീം തേ തന്നക്ക മുഴുമണ്ഡലം തന്നക്കതീം താം തന്നക്കതീം തന്നക്കതീം താഹ തേയ തേ തേ കത്തക്കട കിടത്തക്ക താം തേ തത്തക്കതീം തേ തന്നക്കതീം തക്കിട്ട തന്നക്ക മറിക്കണം തേ തന്നക്ക ദിന്തക്കം നിമൃതക്കം സാഹജനം തക തത കുജണം തക ദിന്തക്കം നിമൃതക്കം തകിണകിണകിതൈ തകിണകിണകിതൈ തകിണകിതൈ തക തകിണകിണകിതൈ തകിണകിണകിതൈ തകിണകിതൈ തക താഹത്തൈ താഗതൈ പുതിയ ടേബിളിന്റെ ഉദ്ഘാടനം, കിച്ചൺ ടേബിളിന്റെ അല്ലേ? അതെ, പഴയ ഡെസ്കും പഴയ ചെയറും ഒക്കെ വെച്ച് റീമേക്ക് ചെയ്ത് പോളിഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്നെ കാണിക്കണമെന്നില്ല. സോനാപ്പപ്പടിന് വേണ്ടി കാത്തിരിക്കും. ഇന്നത്തെ നവരാത്രി സ്പെഷ്യൽ. കഴിക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ പരിപാടികളായിരുന്നു. വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നോ കളമെഴുത്തും പാട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴിപാടുണ്ട് നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇവിടുന്ന് തന്നെയായിരുന്നു. നമ്മളെ ദേവിയുടെ മുമ്പിൽ നിന്ന് തന്നെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്ളോഗ് ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. പിന്നെ എഴുതാനായിട്ട് വന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ എഴുതാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണൻ ചേട്ടനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചേട്ടന് കൃത്യമായിട്ട് ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണാണ്ടിരിക്കരുത്. നല്ല ഭംഗിയായിട്ട് ദേവിയുടെ കളം വരച്ച് പിന്നെ കളംപാട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അത് നമ്മുടെ മറ്റേ വീഡിയോയിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ അത്രയും ഉണ്ടായിരുന്ന ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.